വൈറ്റ് ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ വൈറ്റ് ഹൗസിൽ നിന്ന് ഈ അടുത്തിടെയായി വരുന്ന തീരുമാനങ്ങൾ, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ലോകത്ത് വലിയ എന്താ പറയുന്നത് പ്രതിധ്വനികൾ ഉണ്ടാക്കുകയാണ്. എന്തെങ്ങോട്ടാണ് പോകുന്നത്? രാവിലെ കണ്ണു തുറന്ന് എനിക്ക് തോന്നുന്നു ഓരോ അമേരിക്കക്കാരനും ഒപ്പം തന്നെ ലോകത്തിലുള്ള പലരും ആലോചിക്കുന്നത് ഇന്ന് എന്തായിരിക്കും ട്രംപിന്റെ പ്രഖ്യാപനം എന്നാണ്. അപ്പോൾ അങ്ങനെ വന്ന ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കുള്ള ഫണ്ട് വരെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് നമ്മുടെ ട്രംപ് അണ്ണൻ. അപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കെതിരെ നടത്തിയ ഈ നീക്കം എന്ന് പറയുന്ന ഒരു പ്രതികാര നടപടിയാണ്. യൂണിവേഴ്സിറ്റിക്കുള്ള $2 മില്യൺ ഫണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പസിൽ ജൂതവിരോധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സർവകലാശാല നിരസിച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ക്യാമ്പസിൽ സജീവമായതിനു പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. ക്യാമ്പസിൽ മുഖാവരണം പാടില്ലെന്നും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് ഹാർവാർഡ് പ്രസിഡന്റ് അലൻ ഗാർബർ വിദ്യാഭ്യാസ വകുപ്പിന് കത്തയച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം. $2 ബില്യൺ ഫണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെ $60 മില്യൺ കരാറും താൽക്കാലികമായി മരവിപ്പിച്ചു. സർക്കാർ നിയന്ത്രണമാണ് ലക്ഷ്യമിടുന്നതെന്നും അതിനു വഴങ്ങില്ലെന്നും ഹാർവാർഡ് അധികൃതർ പ്രതികരിച്ചു. അതിനിടെ അമേരിക്കയിൽ പട്ടാള നിയമത്തിന്റെ മാതൃകയിൽ പുതിയ ഉത്തരവിൽ ഒപ്പിടാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുണ്ട്. സിവിൽ നിയമനിർവഹണത്തിൽ US സൈന്യത്തിന് അധികാരം കൊടുക്കുന്ന നിയമമാണ് വരാൻ പോകുന്നതെന്നാണ് വിവരം. ഈ മാസം 20-ന് നിർണായക തീരുമാനമുണ്ടായേക്കുമെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് 24.